ലിപ്സ്റ്റിക് ഷെയ്ഡ്. അതുപോലെ തന്നെ ഈ ലിപ്സ്റ്റിക്കിന് എത്ര നേരം വരെ മോയ്സ്ചറൈസിങ് എഫക്റ്റ് നിലനിർത്താൻ സാധിക്കും, അതുപോലെ ഏത് തരം അണ്ടർടോണുള്ള ആളുകൾക്കാണ് ഇത് കൂടുതൽ നന്നായിട്ട് ചേരുന്നത്, അതുപോലെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലിപ്സ്റ്റിക് ആണല്ലോ, ഇതിന് മറ്റുള്ള ലക്ഷൂറിയസ് ലിപ്സ്റ്റിക് ബ്രാൻഡ്സിൻ്റെ കൂടെ ഒത്തുപോകാൻ സാധിക്കുമോ? സോ ഈ വക ചോദ്യങ്ങളും ഉത്തരങ്ങളും ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാണെന്നുള്ള ഷെയ്ഡ് നമ്പറും കാര്യങ്ങളും എല്ലാം കൂടെ അടങ്ങുന്നതാണ് നമ്മളുടെ ഇന്നത്തെ ബ്യൂട്ടിഫുൾ വീഡിയോ. വെൽക്കം ബാക്ക്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. അതുപോലെ തന്നെ നമ്മളുടെ ചുമന്ന റോസാപ്പൂക്കളില്ലേ, അതിനോട് ഉപമിച്ചുകൊണ്ടുള്ള ഒരു ലിപ്സ്റ്റിക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ലിപ്സ്റ്റിക്കിൽ റെഡിൻ്റെയും വൈബ്രൻറ്റ് റെഡ് റോസിൻ്റെയും അതുപോലെ തന്നെ പിങ്ക്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ്. അതുപോലെ ഒരു സോഫ്റ്റ് മാറ്റ് കുഷ്യൻ ടെക്സ്ചറാണ് വന്നിരിക്കുന്നത്. വളരെ നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടെ ഇതിൻ്റെ ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ അണ്ടർടോൺ വന്നിട്ട് കൂൾ അണ്ടർടോൺ ഉള്ള ആളുകൾക്കാണ് ഇത് കൂടുതൽ നന്നായിട്ട് ചേരുന്നത്. കമ്പയർ ടു വാം അണ്ടർടോൺ ഉള്ള ആളുകളെക്കാട്ടിലും കൂൾ അണ്ടർടോൺ ഉള്ള ആൾക്കാർക്കാണ് കൂടുതൽ ചേരുന്നത്. കാരണം ഇതിൻ്റെ ഒരു അണ്ടർടോൺ വന്നിട്ട് കൂളാണ്. സോ അതിനെ കൂൾ അണ്ടർടോൺ, വാം അണ്ടർടോൺ ഇതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. എനിവേ അതിനെ റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. സോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിലൊന്ന് പറയുക. അങ്ങനെ ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യും. നമ്മൾ അണ്ടർടോൺ കളർ നോക്കി വാങ്ങിച്ചില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം അത് സ്മഡ്ജ് ചെയ്ത് അത് സ്പ്രെഡ് ആയതിനു ശേഷം മെയിൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കളറായിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിൻ്റെ താഴെയുള്ള ബേസ് അണ്ടർടോൺ കൊടുക്കുന്നത് വേറൊരു കളറായിരിക്കും. അപ്പോഴങ്ങനെ വരുമ്പോഴാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ അത് വേറൊരു ഷെയ്ഡ് മുന്നിൽ കയറി നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച കളറിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ടല്ലോ എന്ന ഒരു ഫീല് നമുക്ക് ഇട്ട് കഴിയുമ്പോൾ തോന്നുന്നത്. അപ്പം നമ്മുടെ ലിപ്പിൻ്റെ ഒറിജിനൽ കളർ, അതുപോലെ തന്നെ ഈ അണ്ടർടോൺ ലിപ്സ്റ്റിക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന അണ്ടർടോൺ കളറുകൾ ഏതാണ്, അതിനെ എല്ലാം കൂടെ ബാലൻസ് ചെയ്തിട്ടിരിക്കും ലിപ്സ്റ്റിക്കിൻ്റെ ഒറിജിനൽ കളർ. ബേസ് പിഗ്മെൻറ്റും അതുപോലെ തന്നെ ബേസ് പിഗ്മെൻറ്റ് ഓർ അണ്ടർടോൺ കളർ ഏതാണ്, ഇപ്പോൾ കൂൾ അണ്ടർടോൺ ഉള്ള സ്കിന്ന് ഉള്ള ആളുകൾക്ക് കൂൾ അണ്ടർടോൺ ബേസിൽ വരുന്ന ലിപ്സ്റ്റിക്സ് ആയിരിക്കും കുറച്ച് കൂടുതൽ നന്നായിട്ട് ചേരുന്നത്. അതുപോലെ തന്നെ വാം അണ്ടർടോൺ ഉള്ള ആളുകൾക്ക് അങ്ങനത്തെ അതുമായിട്ട് യോജിച്ച് പോകുന്ന അണ്ടർടോൺ കൊടുത്തിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആയിരിക്കും കുറച്ചും കൂടെ കൂടുതൽ ചേരുന്നത്. എനിവേ ഇതെല്ലാം കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്നുള്ളത് വരുന്നത്. ഇതൊരു റെഡും പിങ്കും മെറൂണും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്ന നല്ലൊരു സൂപ്പർവായിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ഷെയ്ഡ് ഏതാണെന്ന് നോക്കാം. ഇത് ലാക്മേയുടെ കുഷ്യൻ മാറ്റ് ലിപ്സ്റ്റിക് ആണ്. അവരുടെ CR2 നമ്പറിൽ വരുന്ന റെഡ് റോസ് എന്ന് പറയുന്ന ലിപ്സ്റ്റിക് ആണിത്. അതിൻ്റെ പാക്കിംഗ് ഇങ്ങനെയാണ് വരുന്നത്. ഷെയ്ഡ് ഇങ്ങനെയാണ്. ഈ ഒരു പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത്. സോ CR2 ആണ് നമ്പർ. ലാക്മേയുടെ തന്നെ കുഷ്യൻ മാറ്റ് റേഞ്ചിൽ വരുന്ന CR2 നമ്പറിലുള്ള റെഡ് റോസ് എന്ന് പറയുന്ന ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, റെഡും റോസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ നമ്മൾ ഇട്ട് കഴിയുമ്പം അതിൻ്റെ ബേസ് കുറച്ചും കൂടെ എടുത്ത് കാണിക്കുമ്പോൾ ഒരു മെറൂൺ മിക്സ്ചറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. താഴെ ഒരു ബേസ് ഒരു മെറൂണായിട്ടാണ് തോന്നുന്നത്. എനിവേ ഇതൊരു വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളർ ലിപ്സ്റ്റിക്കാണ്. കൂൾ അണ്ടർടോൺ ഉള്ള ആളുകൾക്ക് വളരെ നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഈവൻ കൂൾ അണ്ടർടോൺ എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അറ്റ് ദ സെയിം ടൈം ഇത് എല്ലാവർക്കും യോജിച്ച് പോകുന്ന, എല്ലാവർക്കും ഒരു ഷെയ്ഡ് ബ്രൈറ്റ് ആയിട്ട് തോന്നുന്ന, നമ്മുടെ ഫേസിനെ ഒരു ഷെയ്ഡും കൂടെ ബ്രൈറ്റ് ആയിട്ട് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഷെയ്ഡാണിത്. അപ്പോൾ അണ്ടർടോണുകളെ പറ്റിയും അതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം, നമ്മൾ ഏത് അണ്ടർടോണിലുള്ള ഒരു സ്കിൻ ടൈപ്പാണ് നമുക്ക് എന്നുള്ളത് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഈ വക കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോമെൻ്റ് ഇടുക. അങ്ങനെയാണെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ആക്കിയേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.